രണ്ട് കൈകൾക്കുള്ളിൽ ഫ്രെയിം പിടിച്ച് വിഷ്വൽ ക്യാപ്ചർ ചെയ്യുന്ന മോഹൻലാൽ. ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ തകയിൽ വന്നില്ലേ? മലയാളത്തിലെ റിപ്പീറ്റ് വാല്യൂ സിനിമകളിൽ ഫസ്റ്റ് റോയിലിരിക്കുന്ന സിനിമ, ഗംഭീര പാട്ടുകൾ, പെർഫോമൻസുകൾ, ലവബിൾ മോഹൻലാൽ. ഒരു എന്റർടൈനർ ചിത്രം. കല്യാണിയുടെ കാമുകൻ കല്യാണത്തിന് തൊട്ടു മുൻപ് ബാക്ക് ഓഫ് ചെയ്യുന്നു. എന്നാൽ രാമചന്ദ്ര മേനോൻ, അതായത് കല്യാണിയുടെ അച്ഛൻ, നാട്ടിലേക്ക് മകളുടെയും മരുമകന്റെയും കൂടെ അവധിക്കാലം ചിലവഴിക്കാൻ വരുമ്പോഴേക്കും കല്യാണിക്ക് പ്രസന്റ് ചെയ്യാൻ ഒരു ഭർത്താവിനെ വേണം. അച്ഛൻ തിരിച്ചു പോകുന്നതുവരെ കുറച്ച് നാളത്തേക്ക്. അപ്പോഴാണ് കല്യാണിന്റെ കെയർ ടേക്കറും അച്ഛന്റെ സുഹൃത്തുമായ കൈമൾ വിഷ്ണുവിനെ കണ്ടുമുട്ടുന്നത്. അല്ലറ ചില്ലറ തരികിടയുമായി നടക്കുന്ന വിഷ്ണുവിനെ ദൗത്യമേൽപ്പിക്കുന്നു. നമ്മൾ പറയുന്നത് പോലെ ഇവരങ്ങ് ചെന്ന് കഴിഞ്ഞാൽ, ഊട്ടിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സിനിമയുടെ ഗിയർ ഷിഫ്റ്റ് ആണ്. വിഷ്ണു കല്യാണി ഫ്രിക്ഷൻ, ഒരുമിക്കൽ, വിഷ്ണു കൈമൾ കോംബോ, ഭാസ്കർ നമ്പ്യാർ, അങ്ങനെ മൊത്തത്തിൽ ഗംഭീര കഥാപാത്രങ്ങൾ. സിനിമയുടെ റിതം തന്നെ കണ്ണൂർ രാജന്റെ പാട്ടുകളും ജോൺസൺ മാസ്റ്ററുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുമാണ്. അച്ഛന്റെ മുന്നിൽ സ്നേഹിച്ച് അഭിനയിക്കുന്ന ദൂരെ കിഴക്കുതിക്കിൻ പാട്ട്, അച്ഛന്റെയും കൈമളിന്റെയും കൂടെ വിഷ്ണുവിന്റെ നഗുമോ, അതിൽ കല്യാണിക്ക് തോന്നുന്ന സോഫ്റ്റ് കോർണർ, മൂപ്പന്റെ സ്പേസിലുള്ള പാട്ട്, സത്യമെല്ലാം അറിഞ്ഞതിന് ശേഷം പാടം പൂത്ത കാലം, ഫ്ലാഷ് ബാക്കിലെ ഈറൻ മേഘം, ഫെയർവെൽ സോങ്, സ്വാമിനാഥ. എന്തൊരു പാട്ടുകളും സ്കോറുകളും. ദിസ് ഈസ് എ മാസ്റ്റർ പീസ്. ഓർത്തെടുത്തു പറയാൻ കഴിയുന്ന കിടിലൻ സീനുകൾ, രസമുള്ള ക്യാരക്ടർ എക്സ്ചേഞ്ചുകൾ. അതിൽ എന്റെ ഫേവറേറ്റ് വെള്ളമടിച്ച് മുറിയിൽ വന്നിട്ടുള്ള കലക്കൻ പ്ലേ ഉണ്ട് വിഷ്ണുവിന്റെ. You are the light of my loneliness, love of my heart, you are my desert, tune of my songs, queen of my kingdom, and I love you കല്യാണി എന്ന് പറയുന്നത്. വിഷ്ണു എന്തിന് ജയിലിൽ നിന്നും പരോളിൽ ഇറങ്ങിയിട്ട് മുങ്ങി നടക്കുന്നു? വിഷ്ണുവിന്റെ പാസ്റ്റ് എന്താണ്? ഇതെല്ലാം റിവീൽ ചെയ്യുന്നിടത്ത് ഇമോഷണലി നമ്മളും ഫ്രാങ്ക്. എന്നെ കൊല്ലാതിരിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ കണ്ണ് നനയാത്ത മലയാളികളും ഉണ്ട്. ചിത്രം ഈസ് എ മസ്റ്റ് വാച്ച്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണണം. കണ്ടവരാണെങ്കിൽ ഒന്നുകൂടെ കണ്ടേക്കും.